പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് റൂമിലേക്ക് പോയ ശേഷം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രിയിൽ നൈനിനെ കാണാനില്ലാതായപ്പോൾ വന്ന് നോക്കുമ്പോൾ സമയത്ത് നൈനിങ്ങനെ എന്തോ വരച്ചിരിക്കുന്നതും പെട്ടെന്ന് ബാക്കിൽ ഒളിപ്പിച്ചതും പിന്നീട് അത് നോക്കട്ടെ എന്ന് പറഞ്ഞ സമയത്താണെങ്കിൽ അതിങ്ങനെ ഒരു കോലത്തിൻ്റെ ഇതാണല്ലോ വരച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയപ്പോൾ പ്രൈസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് നവ്യാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ സ്കിപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബിയും ജലജയും കൂടെ മുകളിൽ നിന്നിട്ട് അത് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അബീനോട് ജലജ പറയുന്നുണ്ടായിരുന്നു അവൾ കാണിക്കുന്ന കസരത്ത് നോക്കിക്കേന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഒരു ആഡ് കമ്പനിക്കാർ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളുടെ മനസ്സിലിപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ചിന്തയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ ജലജയ്ക്കും അബിക്കും ഒക്കെ ഒരു സംശയമുണ്ട് കേട്ടോ. ചില സമയത്ത് അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോയെന്ന് പോലും സംശയമാണെന്നൊക്കെ ഇങ്ങനെ ജലജയാണെങ്കിലും പറയുമ്പോൾ അബി അത് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ 4 ചാട്ടം ചാടിയാൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊക്കെ അങ്ങ് പോയിക്കോളും എന്ന് പറയാണ്. പിന്നീട് നവ്യേനെയും നൈനേനെയും കൂടെ അവിടുന്ന് പുറത്താക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ നീ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉള്ളതാണ് നിന്നെ വലിയൊരു കോടീശ്വരീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നടക്കണം എന്നുള്ളതിലൊക്കെ അബീനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നമുക്കൊരു ബാധ്യതയാവും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി പലതും നമ്മൾ ചെയ്തില്ലേ. അതുപോലെ തന്നെ ജലജയും പറയുന്നുണ്ടായിരുന്നു പപ്പായും പൈനാപ്പിളൊക്കെ അവൾക്ക് കൊടുത്തില്ലേ, ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് വയറ്റിലങ്ങ് പറ്റി പിടിച്ച് കിടക്കും, പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതുപോലെ ഒരു കുഞ്ഞാണത് എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ നവ്യനെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട് ആദ്യം നൈന എന്ന് പറയുന്നവളാണ് പുറത്താക്കേണ്ടത്. അവളാണെങ്കിൽ ഇവിടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മുത്തശ്ശൻ്റെ മനസ്സിലേക്ക്. ഇനിയിപ്പോൾ അമ്മായിയും കൂടെ അവളെ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് പുറത്താക്കാനേ പറ്റില്ല. പിന്നീട് മുത്തശ്ശിയും ജാനകിയും കൂടെ അമ്പലത്തിൽ നിന്ന് വരുന്ന സമയത്ത് നവ്യ ഇങ്ങനെ സ്കിപ്പിങ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും നവ്യനെ ഇങ്ങനെ വഴക്ക് പറയുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അമ്മയാവാൻ പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ ചാടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നൈനി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചീനോട് ഇപ്പോൾ അത് പറയാൻ വരികയായിരുന്നു എന്ന്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു നൈനിനോട് അതിങ്ങനെ അനിയത്തി പറഞ്ഞു കൊടുത്തിട്ട് വേണോ ചേച്ചിക്ക് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഇവിടെ വന്ന ശേഷം കുറച്ച് വെയിറ്റ് കൂടി, അപ്പോൾ അതൊന്ന് കുറയ്ക്കാമെന്ന് വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അമ്മയാവാൻ പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയാവാൻ പോകുന്ന പെൺകുട്ടികൾ കുറച്ച് തടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ അമ്മയെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ വിളിച്ച് അകത്തേക്ക് അങ്ങ് പോവാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ദേവയാനി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ദേവയാനിയും അതുപോലെ തന്നെ ആദർശം കൂടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ടി വി കാണുന്ന സമയത്ത് അതിന് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനിനോട് ചിലർക്ക് ഇങ്ങനെ അസാമാന്യ കഴിവൊക്കെ ഉണ്ട്, രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലും രാവിലെ 5 മണിക്ക് തന്നെ എണീക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാനുണ്ട്. അപ്പോൾ നയനേനെ നോക്കിക്കൊണ്ടാണ് ആദർശ് പറയുന്നത് എൻ്റെ ഓഫീസിലൊരു സ്റ്റാഫിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീടാണ് മുത്തശ്ശി അവിടേക്ക് ചെന്നിട്ട് ദേവേനോട് ചോദിക്കുന്നത് ഈ നവ്യ കാണിക്കുന്നതൊന്നും നിങ്ങളാരും കാണുന്നില്ലേ, ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജി അബിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. വന്നല്ലോ അവളുടെ അമ്മായിയമ്മയും അതുപോലെ തന്നെ ഭർത്താവും അവരോട് അങ്ങ് ചോദിക്കുക അവൾക്കിപ്പം മരുമോളുടെ കാര്യമൊന്നും നോക്കാൻ സമയമില്ലല്ലോ എന്നുള്ള രീതിയിൽ ദേവയാനി സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മായിയമ്മയല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജലജേനോടും മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ ഈ കാണിക്കുന്നൊന്നും കാണുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ അബിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ആദർശം ചോദിക്കുന്നുണ്ട് കേട്ടോ അബീനോട് നിനക്ക് അവളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇതില്ലെന്ന് ചോദിക്കുമ്പോൾ അവളോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്, അത് കുറയ്ക്കാനാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിന് വെച്ചിട്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ചെയ്യാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശി വഴക്ക് പറയുന്ന സമയത്ത് നീ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെക്കും, എന്നിട്ട് ആ വഴക്ക് മുഴുവൻ എനിക്കാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ നിനക്ക് ഇവിടെ അമ്മായിമ്മ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ, പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ എങ്ങനെ പോകുന്നതല്ലേ, അവിടെ ചെന്നാൽ ഒരാൾക്കുള്ള അരിയും കൂടെ ഏറെ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും എപ്പോഴും എന്തിനാ അപ്പച്ചി ഇങ്ങനെ ഞങ്ങളുടെ വീട്ടുകാരെ ഇങ്ങനെ ഇതിലേക്ക് പിടിച്ചിടുന്നത്, അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് നിന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ പട്ടിണി എടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങളെ അതിനൊന്നും വിട്ടു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു വഴക്കൊന്നും വേണ്ട, മതി സംസാരം നിർത്താനായിട്ട് പറയുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു ചേച്ചീനെ അനിയത്തിനെ ഇതുവരെ മനസ്സിലാക്കാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവയാനി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നവ്യ പറയുന്നുണ്ട് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതിന് ശേഷമാണെങ്കിൽ ഇങ്ങനെ പവിത്ര ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും നൈനിയാണെങ്കിലും. അപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്, ആദർശിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സാറ് വന്നാലേ അറിയുള്ളൂ സാറിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. അവരിങ്ങനെ മനഃപൂർവ്വം അവർക്ക് ഇങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കണ്ടൊരു സമയം ഇനിയിപ്പോൾ അവർ മനഃപൂർവ്വം എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയമൊക്കെ പവിത്രയ്ക്ക് ഉണ്ട് കേട്ടോ.
അപ്പോൾ പവിത്രയുടെ ടെൻഷൻ കണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് വേറെ സ്റ്റാഫൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കുറച്ച് പുതിയ ഡിസൈൻ ഇങ്ങനെ സാറിനെ കാണിക്കാനുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനെന്താ ഇങ്ങനെ പവിത്രയുടെ ഡിസൈനെല്ലാം ഇങ്ങനെ ആദർശ് സാറ് എല്ലാം ഓക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറീസിലെ മെയിൻ ഡിസൈനർ പവിത്രയല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ക്യാബിനിലേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ ആദർശാണെങ്കിലും പവിത്ര വരുന്ന സമയത്ത് ഇങ്ങനെ ഡിസൈനൊക്കെ എടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പവിത്ര പുതിയ ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ആദർശിനാണെങ്കിൽ അത് ശ്രേയ വരച്ച പോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് ചോദിക്കുന്നുണ്ട് ഇതിലും കൂട്ടുകാരിയുടെ കയ്യൊപ്പ് ഉണ്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശിന് അതങ്ങ് വിശ്വാസമില്ല കേട്ടോ. അപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതെന്തായാലും ഇങ്ങനെ പവിത്ര വരച്ചതല്ല, പവിത്രയ്ക്ക് ഇതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല, പവിത്ര ഡിസൈനൊക്കെ വരയ്ക്കും പക്ഷേ ഇതിൻ്റെ അടുത്തൊന്നും എത്തില്ല എന്ന് പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പവിത്രയ്ക്ക് പിന്നെ സമ്മതിക്കല്ലാതെ വഴിയില്ല. അപ്പോൾ ശ്രേയനൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഓരോന്ന് തിരിച്ചു മറിച്ചും അങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടല്ലേ ഇങ്ങനെ ഇത്രയും സഹായിക്കുന്നത് കൂട്ടുകാരി, അപ്പോൾ ഇങ്ങനെ പവിത്രയ്ക്ക് ഒരു ദിവസം ആ കുട്ടീനെ പുറത്ത് കൊണ്ടുവന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവിനേക്കാളും പ്രശ്നക്കാരിയാണ് അവളുടെ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിന്നോട് ആ കൂട്ടുകാരി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഊഹിച്ചെടുക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മായിയമ്മയാണല്ലേ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ശ്രേയയുടെ ഭർത്താവിന് എന്താ ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ സമയമെടുത്താണ് പവിത്രയാണെങ്കിലും ഇങ്ങനെ ആൻസർ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആദർശിനും ഭയങ്കര ഒരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പവിത്രനോട് കോൾ ചെയ്യാൻ പറയുന്ന സമയത്തും പവിത്ര കോൾ ചെയ്യുന്നില്ല. അപ്പോഴും ഇങ്ങനെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്നതും സമയത്തും പവിത്രയ്ക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, അപ്പോൾ എനിക്കിങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് പവിത്ര എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് സംശയിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ പവിത്രനോട് കോൾ ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ പവിത്രയാണെങ്കിൽ ആകെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട, അങ്ങനെ അമ്മായിമ്മ അടുത്തുണ്ടെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് വിളിക്ക് നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പവിത്രയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.